കുറേ പേരുടെ കരിഞ്ഞ ജീവിതത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനകത്തെ ശരിതെറ്റുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഇനിയും നമുക്ക് അന്വേഷിക്കണം. പല വിധത്തിലും പല തലത്തിലും അന്വേഷിച്ച ശേഷമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും. പല ഊഹാപോഹങ്ങളും ഉണ്ടാവാം, അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കൃത്യമായി ഇതിനെക്കുറിച്ച് പോലീസ് തലത്തിലും അതുപോലെ തന്നെ അഗ്നിശമന രംഗത്തു നിന്നും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇവരെല്ലാം വിദഗ്ധമായ പരിശോധന നടത്തിയിട്ടേ കൃത്യമായി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇതിൻ്റെ തുടക്കം എന്താണെന്ന് അറിയാൻ കഴിയും. വളരെ ദൗർഭാഗ്യകരമായി പോയി. പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടുള്ള ഏറ്റവും വലിയ ഒരു ഷോറൂമും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു ഗോഡൗണുമുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ കാലിക്കറ്റ് ക്ലോത്ത്സും കാലിക്കറ്റ് ഫർണിഷിങ്ങും എല്ലാം ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഷോപ്പ്, എല്ലാം തുണിത്തരങ്ങളെല്ലാം കിട്ടുന്ന ഈ ഷോപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രത്യേകമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തലത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, ഇതൊക്കെ കോർപ്പറേഷൻ തലത്തിൽ ഞങ്ങൾ ഇന്ന് അന്വേഷിക്കും. അതിനുശേഷമേ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവൂ. ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാൻ. ഒരു പ്രശ്നം എന്താ അറിയോ, ഇന്നലെ 5 മണിക്കൂറോളം നമ്മുടെ എല്ലാ ഫയർ സംവിധാനവും വെറുതെ നിൽക്കേണ്ടി വരുന്നു. വെള്ളം അകത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അതായത് കെട്ടിടത്തിന് ഒരു അഗ്നിശമന സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അഗ്നിരക്ഷാ ശമന ഉപാധി എന്ന് പറയുമ്പോൾ ഇത് പഴയ കെട്ടിടമാണ്. AC ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം കൊട്ടി അടയ്ക്കുകയാണ് AC ആയതുകൊണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ആക്സസ് ഇല്ലാതെ പോയത്. ഇത് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. നഗര ഷീറ്റ് കൊണ്ട് മൊത്തം കൺസീൽ ചെയ്തു, മുകളിലേക്ക് പോകുന്നില്ല. അത് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. അനുമതിയോട് കൂടിയാണോ എന്നത് ഇന്നത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന്. ഒറ്റക്കാര്യം, അതായത് ഇവിടുന്ന് നേരെ മേളിലോട്ട് നോക്കിയാൽ ഇതൊരു ഷെയ്ഡാണ്. ആ ഷെയ്ഡ് പോലും അടച്ചു കെട്ടി അത് അവരുടെ ഗോഡൌൺ ആക്കി. കോറിഡോർ ഇല്ല, കോറിഡോർ അടച്ചിട്ടിരിക്കുന്നു, അവരുടെ വരാന്ത അടച്ചിട്ടിരിക്കുന്നു. അനുമതി കൊടുത്തതല്ല. അത് ഇതൊരു ഷെയ്ഡാണ്, ഇതൊരു നടവഴിയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു നടവഴിയാണ്, വരാന്തയാണ്. ആ വരാന്ത പോലും കെട്ടിയടച്ച് ഷീറ്റ് ഇട്ടിട്ട് അത് അവർ AC ആക്കി അവരുടെ ഗോഡൌൺ ആക്കി പ്രവർത്തിക്കുന്നു. ഇത് കോർപ്പറേഷൻ കണ്ടില്ലേ, അതോ കോർപ്പറേഷന്റെ അനുമതിയോടുകൂടി ചെയ്യുന്നതാണ്? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ആയതാണ്. ഞങ്ങൾ വന്ന ശേഷം ഇങ്ങനെ അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ച് ചേർത്ത് അവരോട് കൂടി ചോദിച്ചിട്ട് എന്താണ് ഇതിന്റെ കാരണം എന്നറിഞ്ഞ ശേഷമേ എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ. കോർപ്പറേഷൻ അടിയന്തരമായി എന്താ ചെയ്യാൻ പോകുന്നത്? കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്. സ്വാഭാവികമായും കോർപ്പറേഷന് വലിയ ഉത്തരവാദിത്തമുണ്ട്. എന്താണ് അടിയന്തരമായി കോർപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്? അടിയന്തരമായിട്ട് നന്നാക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ലല്ലോ ഈ കാര്യങ്ങളിൽ. ഇതിപ്പോൾ ഈ കോലത്തിലായി നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കെട്ടിടമാണ്, നമുക്കത് ഇതേ രീതിയിൽ ഇടാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ തെളിവെടുപ്പും പഠനങ്ങളും ഒക്കെ നടന്ന ശേഷമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഫയർ ഓഡിറ്റിംഗ് ചെയ്യണം തീർച്ചയായിട്ടും. എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം. ഇത് പ്രത്യക്ഷത്തിൽ ഇതുപോലൊക്കെ നടന്നിട്ട് കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥരോ ആരും കണ്ടില്ല എന്ന് പറയുന്നത് എങ്ങനെ? ഇങ്ങനെ ഒരു സാധനം ഈ ഷെയ്ഡ് ഒക്കെ കെട്ടിമറിച്ച് ഇതുപോലെ പൂർണ്ണമായിട്ടും കെട്ടി അടച്ചിട്ട് കോർപ്പറേഷന്റെ ആൾക്കാർ ഇതുവരെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. എത്രയോ വർഷങ്ങളായി, എത്രയോ വർഷങ്ങളായി, നമ്മളൊക്കെ 10-25 വർഷമായിട്ട് ഇങ്ങനെ കാണുകയാണ്. മാത്രമല്ല 2 കെട്ടിടം തമ്മിൽ യോജിപ്പിച്ചു. ഇത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് മീറ്റിംഗ് വിളിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിന്റെ കാര്യങ്ങൾ ചോദിച്ച ശേഷം എനിക്ക് പറയാൻ പറ്റും. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ട് എന്നുള്ള പ്രകടനമല്ലേ? കാരണം ഈ കെട്ടിടം കണ്ടാൽ അറിയാലോ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായി. അല്ല, അതിനുണ്ടായ സാഹചര്യം എന്താ നമ്മൾ പരിശോധിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വീഴ്ച ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ ക്ലിയറിംഗ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അന്വേഷിക്കണം. ഇതാരും കാണാതിരിക്കില്ല മേഡം, ഇത് നഗര ഹൃദയത്തിലാണല്ലോ. തീർച്ചയായിട്ടും. അതുകൊണ്ട് അങ്ങനെ പാഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാഴ്ച പറ്റിയെന്ന് പറയുമെന്നല്ലാതെ നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇതിന്റെ കാര്യങ്ങൾ എല്ലാവരോടും അന്വേഷിക്കാതെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും, കൗൺസിലല്ല, സ്റ്റിയറിംഗ് കമ്മിറ്റി, നമ്മുടെ ഒരു മന്ത്രിസഭ പോലെ എല്ലാ ചെയർപേഴ്സൺസും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. അതിനുശേഷം അന്വേഷിച്ച ശേഷമേ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് തന്നെ ഈ കെട്ടിടത്തിലുള്ള അനധികൃതമായ നിർമ്മാണങ്ങൾ അതുകൂടി പരിശോധിക്കണം. അല്ല, ഇത് നമ്മൾ കോഴിക്കോട് പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ നീക്കി ഇങ്ങോട്ട് പോരുമ്പോഴേക്കും അത് വീണ്ടും ചെയ്യാൻ അവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ചെറിയൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ വിപത്തിലേക്ക് നയിക്കും എന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണിത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും എല്ലാ ഷോപ്പുകാരെയും വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിലും ഇതുപോലെ ഈ ചർച്ച വെച്ചുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക
ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് ചെറിയ ഷോപ്പുകളിൽ വെക്കുന്ന കാര്യം, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കുന്നു എന്നുള്ള ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം മിഠായി തെരുവ് ദുരന്തത്തിൽ നമ്മൾ കണ്ടതാണ്. ഇതുപോലെ തന്നെ എല്ലാ കടകളിലും ഇതുപോലെ അനധികൃതമായി കെട്ടിയടച്ചിട്ടുള്ളത് ഒഴിവാക്കുമെന്ന് അന്ന് പറഞ്ഞതാണ്. ആ മിഠായി തെരുവിൽ അതുപോലെ അന്ന് മുഴുവൻ സ്ഥലങ്ങളിലും പോയി പരിശോധന. പക്ഷേ ഇപ്പോഴവിടെ കയറി നോക്കിയാലും ചെറിയ സ്പേസ് പോലും അവർ കെട്ടിയടച്ച് അവരുടെ കച്ചവട സ്ഥാപനമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തീരുമാനമെടുക്കും, പക്ഷേ പിന്നീടൊന്നും നടക്കാറില്ല. അതാണ് ഇവിടെ സംഭവം. നമുക്ക് നോക്കാം, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൽ അവസാനം ഒരു ഒറ്റ കാര്യം, ഇതിൽ നടപടി ഉണ്ടാവും. അതായത് ഈ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായി എന്നുള്ളത് പ്രകടമാണ്. ഇന്നലെ 5 മണിക്കൂർ ഞങ്ങളെല്ലാം നോക്കി നിന്നതാണ്. കാരണം ഫയർ സംവിധാനം മൊത്തം വന്നു, എയർപോർട്ട് അതോറിറ്റിയിൽ നിന്ന് വന്നു, പക്ഷേ വെള്ളം ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല, കാരണം കൺസീൽഡ് ആയിരുന്നു. എന്ന് മാത്രമല്ല മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല, അത്തരം അവസ്ഥയായിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായി, നടപടി ഉണ്ടാവും. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നടപടി ഉണ്ടാവുമല്ലോ, ഉണ്ടാവണമല്ലോ. ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് കൊടുക്കാൻ പറ്റുമോ? അവരുടെ ജോലികൾ അവർ ചെയ്യണം എന്നുള്ളതാണല്ലോ അതിൻ്റെ വാസ്തവം. ഓരോരുത്തർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരവർ ചെയ്തിരിക്കണം. അതേ എനിക്ക് പറയാനുള്ളത്.